എന്താടി? അല്ലല്ല, ഞാൻ നമ്മുടെ അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിലല്ല, ഞാനിങ്ങോട്ട് ടൗണിലേക്ക് വന്നു. എത്ര നേരമായി പോയിട്ട്? ഇവിടെ രാഘവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടേക്ക് വന്നിരിക്കുക. അതെ, ഇവിടെ ഇത്തിരി വിലക്കുറവുണ്ട് ഗുളികയൊക്കെ. അപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക നമ്മുടെ അവിടെ 2.50 മേടിക്കുക, ഇവിടെ 2 റുപ്യ ഉള്ളൂ. 10 മേടിച്ച് 5 റുപ്യ ലാഭമായില്ലേ? നടന്നു ഞാൻ അവിടുന്ന്. പിന്നെ ഓട്ടോ വിളിച്ച് വരികയാണെങ്കിൽ എന്നാ പിന്നെ ഗുളിക അവിടുന്നാണ്ട് മേടിച്ചാൽ പോരെ? 5 റുപ്യ ലാഭം കിട്ടാൻ നിൽക്കുമ്പോൾ വണ്ടി വിളിച്ചിട്ടാ വരിക. ശരി, വേഗം വരണേ. ഞാൻ വേഗം വരില്ല, ഞാൻ ഈ ഗുളിക മേടിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് നടന്നിട്ട് വരാം കേട്ടോ. വെക്ക്. അതെ, ഒരു 15 ദിവസത്തിനുള്ള ഗുളിക എടുത്തോളൂ. ഈ സ്കൂളുണ്ടല്ല, ഇവിടെയാണ് ഞാൻ പഠിച്ചത്. ഈ സ്കൂളാ? ശരി. ഇതെന്റെ 5ാമത്തെ സ്കൂളാണ്. ആദ്യം അമ്മക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂളിലല്ല എന്നെ കൊണ്ട് ചേർക്കും. പക്ഷെ ഞാൻ അവിടെ നിന്ന് വെറുതെ അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കളി കിടക്കില്ലല്ലോ. അവസാനം ഞാൻ ലാസ്റ്റ് സ്കൂളിൽ ഇതായിരുന്നു. ഇവിടുന്നാണ് 10 പാസ്സായത്. ഇവിടെ 10 ഉണ്ടാ? പിന്നെ ഇവിടെ 10 ഹൈസ്കൂളിലല്ലേ. ഇവിടെ ഒന്നും അങ്ങനെ പരിചയമില്ലാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. അല്ല, ഞാൻ ആ തുരുത്തിന്റെ അവിടുന്നാ വരണേ. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ടാവും. അത് ആടേലും അതിന്റെ അടുത്തല്ലുണ്ടല്ലോ മെഡിക്കൽ ഷോപ്പ്. അല്ല, അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, പക്ഷെ അത് ഒരു മെഡിക്കൽ സ്റ്റോറിലുള്ളൂ. അപ്പൊ തോന്നിയ വിലക്കാണ് എല്ലാം വിൽക്കണത്. നമ്മള് ന്യായമായ വിലക്കേ വിൽക്കും. അല്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ രാഘവേട്ടനല്ലേ പറഞ്ഞു കേട്ടോ, അതാ ഞാൻ വന്നത്. കസിനായ മരുന്ന് ഇങ്ങനെ ഇതിന്റെ ഇതെല്ലാം എഴുതിയില്ല എന്റെ പുറത്ത്. എപ്പോഴാ കഴിക്കണ്ടെന്നൊക്കെ അറിയാം. അത് കുറെ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്, അതിലെ പുറത്ത് എഴുതിയിട്ടുണ്ട്. 200 ഉണ്ടായില്ലേ? ബാക്കിയുണ്ട്. ഇതാ ബാക്കി. ചില്ലറയുണ്ട്, 5 ഉണ്ട്. അല്ല, അവിടെ 20 റുപ്യ ഇവിടെ. കോട്ടെ എന്നാ? ഓക്കെ, വരണം. വരാ. വലിച്ചു വിട്ടോ, വലിച്ചോ. എന്നിട്ട് അവസാനം പറയണം, മന്മഥേട്ടനാണ് എന്നെ വലിപ്പിച്ചത്. ഇല്ലില്ല, നമ്മൾ പറയണം. നീ പറയും, എനിക്കറിയാലോ. 5-6 പേര് വരട്ടെ, വന്നിട്ട് അങ്ങോട്ട് പോയല്ലേ നമ്മളെ തലയിലാവും. നമ്മളെ വണ്ടിയിൽ അതിൽ കൊണ്ടുപോയി കൂടെ? എടാ സുധി, വണ്ടിയിൽ നമ്മൾ എടുത്തോണ്ട് പോയാൽ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങൾ നോക്കേണ്ടി വരും. നീ മിണ്ടായിക്ക്, ആരെങ്കിലും 5-6 പേര് വരട്ടെ. ഇതിപ്പോ ആളിനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? കടയില് അത് കഴിഞ്ഞൊരു വണ്ടി വിളിക്കാരെങ്കിലും അങ്ങോട്ട് അതിൽ പെട്രോൾ ഇല്ലാണ്ട് ഒതുക്കിയിട്ടൊക്കെയാണ്. ഓട്ടോ പിടിച്ചോ, വേറെ വണ്ടി വിളിക്കാരെങ്കിലും വണ്ടി വിളിക്കും. വെള്ളം ഒരു ഫോട്ടോ എടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ചേട്ടൻ ഇപ്പൊ കുറച്ച് മുന്നേ കച്ചേരി നടയിലുള്ള നൈസി മെഡിക്കൽസിന്റെ മുന്നിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇവിടുന്ന് ഒരു ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണം. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് അറിയില്ല, അത്രയ്ക്കും സീരിയസ് ആണ്. അപ്പോൾ പരിചയക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കാരെ ആരെങ്കിലും അറിയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പ്രദേശത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലൊന്ന് ബന്ധപ്പെടുകയോ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മോർച്ചറിയിൽ ഒരുപാട് ബോഡികളാണ് അനാഥമായിട്ട് ഇങ്ങനെ കിടക്കണം, ആരും പേരും ഇല്ലാതെ. അപ്പോൾ ഇത് കണ്ട് പരിചയമുള്ളവർ നിങ്ങൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഹോസ്പിറ്റലിൽ എത്തുമെന്ന് എനിക്ക് ഭയങ്കര സംശയമുണ്ട്, കാരണം അത്രയും സീരിയസ് ആണ് പുള്ളിയുടെ അവസ്ഥ. എന്തായാലും ഒരു പൗരന്റെ നിലയിൽ ഞാൻ എൻ്റെ കർത്തവ്യം അറിയിച്ചെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം. എന്താണ് പറഞ്ഞത്? അത് അങ്ങനെ സീരിയസ് ഒന്നും ഇല്ല. അത് നീ പറഞ്ഞാൽ മതിയാ. അറ്റാക്കാണ്, അറ്റാക്ക്. അവിടെ ആശുപത്രി എത്തൂല. മയമ്മാടെ പറയാ. മയ എത്ര മയുള്ളൂ? ബാ.